ഡീസൽ ഓട്ടോമാറ്റിക് ഓൾ വീൽ ഡ്രൈവ് അല്ലേ? അതായത് ഇതൊരു അപ്പാർട്ട്മെന്റ് പാർക്കിങ്ങിലേ ഇത് കണ്ടോ, ഒരു മോറിസ് മൈനർ. മാരുതിയും ടയോട്ടയും കൊളാബ് ചെയ്തപ്പോഴേ ശരിക്കും ടയോട്ടക്കും മാരുതിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടിയെങ്കിലും ടയോട്ടന്റെ കുറച്ച് നല്ല അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ആ കസ്റ്റമേഴ്സ് ഇപ്പൊ ടയോട്ടയിൽ നിന്ന് പോവാ ചെയ്തത്. അതെ, വണ്ടി ഇഷ്ടപ്പെട്ടോ? പുതിയ വണ്ടി ഇല്ല? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെലിവറി വ്ളോഗാണ്. നമ്മൾ ഇന്ന് ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ഇതാ കണ്ടോ, XUV700 ഡാർക്ക് എഡിഷൻ ആട്ടോ. വീട്ടിൽ നിന്നുള്ളൊരു ഡാർക്ക് എഡിഷൻ ഡെലിവറി കൊടുക്കാൻ പോവാണ്. നമ്മളിന്ന് പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളമാണ് കേട്ടോ. എറണാകുളം ഇവിടെ പ്രോപ്പർ സ്ഥലം വരുന്നത് കാക്കനാട് തൃക്കാക്കര. അതെ, അപ്പം ഞാനും ജസീമുക്കും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്ന വണ്ടി AX7 ലക്ഷറി ഡീസൽ ഓട്ടോമാറ്റിക് ഓൾ വീൽ ഡ്രൈവ് അല്ലേ? അതായത് നിലവിൽ 700 ഏറ്റവും ടോപ്പ് എൻഡ് വേർഷനുള്ള ആ ഒരു വേരിയൻ്റ് ആണ് നമ്മളിന്ന് കൊടുക്കാൻ പോകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാവക്കാട് ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇങ്ങനെ നൈസായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടിയപ്പോൾ നമ്മളൊന്ന് സൈഡാക്കിയതാണ്. നമ്മളിപ്പോൾ ഇന്ന് സാധാരണ ഇറങ്ങുന്ന പോലെ ആ ഒരു ഏർലി മോർണിംഗ് അല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു നമ്മൾ ഇറങ്ങിയ സമയം എത്രയായിരുന്നു? ഒരു 11 മണിക്ക് ഇറങ്ങി. ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. നമ്മൾ സാധാരണ 3 മണിക്കൊക്കെയാണ് ഇറങ്ങുക. പക്ഷെ നമ്മൾ 11 മണിക്ക് ഇറങ്ങിയത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടി നമ്പർ പ്ലേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, TP യിലല്ല. നമ്പർ പ്ലേറ്റ് എത്താനുള്ള സമയം കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ അത് കാരണം പിന്നെന്താ വെച്ചാൽ കസ്റ്റമർക്കും അർജന്റ് ഇല്ല, പെട്ടെന്ന് വേണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു 3-4 മണി സമയത്തായിരിക്കും ഡെലിവറി ഉണ്ടാവുള്ളൂ. അതെ, പിന്നെ നമ്മൾ കൊടുക്കുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വണ്ടി നമ്മളെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ച് അങ്ങനെ വന്നൊരു കസ്റ്റമറാണ്. അപ്പോൾ ആൾക്കാണ് നമ്മൾ ഡെലിവറി എടുക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ആളെ നേരിട്ടൊന്ന് കാണും കൂടെ വേണം. നമ്മളെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പോൾ ആൾ ചോദിച്ച വേരിയൻ്റ് ഇതായിരുന്നില്ല, ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. പക്ഷേ നമ്മൾ ഓൾ വീൽ ഡ്രൈവ് നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉള്ളത് കാരണം ആള് ആ ഒരു വേരിയന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആള് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കസ്റ്റമർ ഓക്കെയാണ്, എനിക്ക് വണ്ടി അർജന്റ് മതി. അപ്പം ആൾക്ക് വലിയ മൈലേജിന്റെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഉള്ളതിൽ ഓൾ വീലും കൂടെ ഉണ്ടാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ ഓപ്ഷൻ എന്നുള്ളതിൽ അപ്പോഴാണ് പൂർണ്ണമാവുന്നത്. ശരിക്കും ഈ സെഗ്മെന്റില് ഒരു വണ്ടിയിലും AWD വരുന്നില്ല. ഈ സെഗ്മെന്റിൽ ഇപ്പോൾ 7 സീറ്റർ വണ്ടികളിലെ ഓൾ വീൽ വരുന്നില്ല. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഓൾ വീലിന്റെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓൾ വീൽ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം നമുക്ക് ഈ വണ്ടിയിൽ ഫ്രണ്ട് എഞ്ചിനാണ് വരുന്നത്, ഫ്രണ്ട് ഡ്രൈവ് ആണ്. അതായത് ഫ്രണ്ടിലാണ് നമുക്ക് വീലിന് പവർ കൊടുക്കുന്നത്. എന്നാൽ ഓൾ വീൽ ഡ്രൈവ് വരുന്ന സമയത്ത് ബാക്കിലെ വീലിൽക്കും കൂടെ പവർ സപ്ലൈ വരും. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പം നമ്മൾ മണൽ അല്ലെങ്കിൽ കുറച്ച് ഗ്രാസ് പുല്ലിലൊക്കെ പോയിട്ട് കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ ഗ്രിപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ വണ്ടിക്ക് സ്വയം വണ്ടി സെൻസ് ചെയ്യും. ഗ്രിപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടിക്ക് കയറി പോകാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെൻസ് ചെയ്തിട്ട് ബാക്ക് വീലിൽ പവർ കൊടുത്തിട്ട് ബാക്ക് വീലിലും കൂടെ ആ ഒരു എഞ്ചിൻ പവർ എൻഗേജ് ആവും. 4 വീലും ഒരുമിച്ച് കറങ്ങും. അതായത് 4 വീൽ ഡ്രൈവ് നമ്മൾ 4 വീൽ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇൻ കേസ് നമ്മൾ അങ്ങനെ ഒരു ടെറൈനിൽ കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്ത് അങ്ങനെ സ്ലിപ്പറി കണ്ടീഷനിൽ കണ്ടിന്യൂസ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഓൺ ചെയ്യാനുള്ള സ്വിച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഓൾ വീൽ ഡ്രൈവിൻ്റെ സ്വിച്ചാണിത്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ആ ഒരു ഓൾ വീൽ ഡ്രൈവിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത കണ്ടീഷൻസിൽ നമുക്ക് ഫ്രണ്ട് വീലിന് ഗ്രിപ്പ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് വീൽ എൻഗേജ് ആവും. ശരിക്കും ഇത് ഈ വണ്ടി നമ്മളൊക്കെ പ്രിഫർ ചെയ്യണത് പൊതുവെ ഒരു SUV എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, യാത്രയൊക്കെ പോവുകയാണ്. അതെ, ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ റൈഡൊക്കെ അടിക്കുമ്പോൾ പല ടെറൈൻസിൽ നമുക്ക് ഓടിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഓൾ വീൽ ഡ്രൈവ് ഉള്ളപ്പോൾ അത്രയും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആണ്. എവിടെ കയറാനും അല്ലെങ്കിൽ എവിടെയും നമുക്ക് കയറ്റി പോകാനുള്ള നമുക്ക് സ്റ്റോപ്പില്ലാതെ എവിടെയും പോവല്ലോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ചളിയൊക്കെ നമ്മളത്തെ ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ ശരിക്കും ഓൾ വീൽ ആവശ്യമാണെന്ന് നമ്മൾ പറയാം. പിന്നെ ഓൾ വീൽ ഡ്രൈവിന് വേറൊരു യൂസും കൂടെ ഉണ്ട്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് റോഡിൽ എപ്പോഴും ഗ്രിപ്പ് കുറവായിരിക്കും സമയത്ത്. അപ്പോൾ ഓൾ വീലും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈവ് ചെയ്യേണ്ട ആ ഒരു കോൺഫിഡൻസും കൂടുതൽ കിട്ടും. അപ്പോൾ അത് കാരണമൊക്കെയാണ് നമുക്ക് ഓൾ വീൽ ഡ്രൈവിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് അറിയുന്നവർ ആ ഒരു വേരിയൻ്റ് എടുക്കുന്നത് കേട്ടോ. പിന്നെ കസ്റ്റമർ ഓൾ വീൽ ചോദിച്ചിട്ടില്ല, പക്ഷേ നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉള്ളത് കാരണം ആൾക്ക് അർജന്റ് ആയിരുന്നു. അപ്പോൾ ഓൾ വീൽ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ഫുൾ ഓപ്ഷൻ ആണല്ലോ. പക്ഷേ ചില കസ്റ്റമേഴ്സേ ഓൾ വീല് ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ഓൾ വീൽ വേണമെന്ന് പറഞ്ഞ ഓൾ വീൽ തന്നെ വേണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതെ, ഓൾ വീല് അതെ. നമുക്ക് ഇന്നലെ അങ്ങനെ ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. അപ്പോൾ ആൾക്ക് ഓൾ വീൽ തന്നെ വേണം, ഈ സെയിം വേരിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പോണ വൈക്ക് നമ്മളൊന്ന് സൈഡാക്കിയാണ് കേട്ടോ. പിന്നെ ജസീംക, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് കുറേ വീഡിയോസിലെല്ലാം 700 ഡാർക്ക് എഡിഷനാണ് ഡെലിവറി എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വേറെ കളറൊന്നും വരുന്നില്ലേ? അല്ല, ഈ ബ്ലാക്ക് ശരിക്കും ഇറങ്ങിയ സമയത്ത് 700 ഇറങ്ങിയ സമയത്ത് ഇപ്പൊ എന്നോട് ശരിക്കും ഒരു കസ്റ്റമർ ചോദിച്ചിരുന്നു, അതിൽ ബ്ലാക്ക് ഉണ്ടോ ചോദിച്ചിരുന്നു. അതെ, ബ്ലാക്ക് ഇല്ലാത്ത കാരണത്തല്ല കസ്റ്റമർ, നമുക്ക് മിഡ് നൈറ്റ് ബ്ലാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടൈപ്പ് ബ്ലാക്ക് അല്ല. അതെ,
ഇല്ലാത്ത ഒരു കാരണത്താൽ ആ കസ്റ്റമർ ആ വണ്ടി എടുത്തില്ല. പിന്നെ ഈ ബ്ലാക്ക് എഡിഷൻ ഫസ്റ്റ് വന്ന സമയത്ത് ഏത് വണ്ടി വരുമ്പോഴുണ്ടല്ലോ ആൾക്കാർക്ക് അത് പോരാ, ബ്ലാക്ക് പോരാ, അലോയ് ബ്ലാക്ക് ആണ്, സാധാരണ മിഡ് നൈറ്റ് ബ്ലാക്കിന്റെ അല്ലെങ്കിൽ വൈറ്റിന്റെ ഭംഗിയില്ല എന്ന് പറയുന്നത്. പക്ഷെ ബ്ലാക്ക് ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക്. അതായിരിക്കും വന്ന സമയത്ത് നമ്മൾ ആ ഡയമണ്ട് കട്ട് അലോയ് ഒക്കെ കണ്ടിട്ട് പിന്നെ ഇതിലേക്ക് ആ ഫുൾ ബ്ലാക്ക് ആയ സമയത്ത് എന്തോ ഒരു പോരായ്മയുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം ഇറങ്ങിയിട്ട് ഈ വണ്ടി കുറേ പേരാണ്ട് എടുത്തു, നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് അതിന്റെ ആ ഒരു ബ്ലാക്കിലുള്ള ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലായ ശേഷം ഞാനിപ്പോ ഒരു ഓൾ വീൽ ഡ്രൈവ് ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് ഒരു വണ്ടി ഇവിടെ കൊല്ലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി അവിടുന്ന് നമ്മളെ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് കണ്ടപ്പോ ഈ ബ്ലാക്കിന് അത്ര രസം തോന്നുന്നില്ല. ബ്ലാക്ക് കണ്ടിട്ട് എന്തോ ഒരു ഇഷ്ടം കേട്ടോ. ഒരു ബ്ലാക്ക് ബ്യൂട്ടി നമ്മൾ അന്ന് പറഞ്ഞ പോലെ ബ്ലാക്ക് ബീസ്റ്റ് ആണ് XUV 700. അതും ഒന്ന് നമ്മളെ ഗ്ലാസ് ഒക്കെ ഒന്ന് ടിൻഡ് ചെയ്ത് ബ്ലാക്ക് കൂളിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ പോവാട്ടോ, കാരണം നമുക്കിനി അധികം ടൈമില്ല, പെട്ടെന്ന് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു സമയത്താണ് ഇറങ്ങുന്നത്, അതുകൊണ്ട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ കൂടുതലായിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങുമ്പോൾ മാക്സിമം നമ്മൾ അവിടുന്ന് വരുന്ന ആ ഒരു മലപ്പുറത്ത് നിന്നിട്ടുള്ള മാക്സിമം തൃശ്ശൂർ ആ ഒരു ഏരിയ ഒക്കെ പെട്ടെന്ന് കവർ ചെയ്ത് പോവുക ചെയ്യുക. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ എല്ലാ ട്രാഫിക്കിലും പെട്ട് പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ നമുക്ക് പോണ ബാക്കി കാഴ്ചകളും കൂടെ കാണാം കേട്ടോ. പോലെ എന്നാ കയറി. തൃപ്രയാർ എത്തി. അപ്പോൾ ഹോട്ടലിൽ തപ്പണം. ഇവിടെ ഏതെങ്കിലും ഹോട്ടൽ പരിചയമുണ്ടോ? അറിയണ ഹോട്ടലുണ്ടോ? ഇവിടെ പണ്ടൊരു ഒരു ഹോട്ടലുണ്ട്, പക്ഷെ അവിടെ ഫുഡ് ഉണ്ടാവാൻ വിഷയമാണ്. പണ്ട് ഞാനേ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് ഇവിടെ ഒരു ഡ്രീം ലാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെ എന്തോ ഒരു സെയിൽസോ മാർക്കറ്റിങ്ങോ എന്തോ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൽ കൂടെ വരുമ്പോ എപ്പോഴും ഓർമ്മ ഉള്ള ഒരു സംഗതി. അത് എനിക്ക് തോന്നുന്നു 2012 സമയത്തൊക്കെ ആയിരുന്നു. 12. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൊരി വെയിലാട്ടോ, നല്ല വെയിലുണ്ട്, വെയിലിനൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മളിപ്പം AC നല്ല അടിപൊളി കൂളിങ്ങുള്ള AC ഉണ്ട്. പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ വെയിലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുള്ളൂ. പിന്നെ മെയിനായിട്ട് നമുക്ക് ആ ഒരു സീറ്റ് വെന്റിലേഷൻ എങ്ങനെയുണ്ട്? സീറ്റ് നല്ല കൂളിംഗ് ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ യാത്രയിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിൽ ഈ ചൂടും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് ഒന്നുമില്ല, ഇൻഫോർടൈൻമെന്റിലാണ് നമുക്ക് അതിന് സ്വിച്ച് വരുന്നത്. ഇതിപ്പോൾ ഓഫ്, ഇപ്പോൾ ഫുൾ സ്പീഡ്, അതേപോലെ സിം കാർഡ് ഓണാണ്. അപ്പോൾ അടിപൊളി ഫീച്ചറും കാര്യങ്ങളൊക്കെ പുതിയ അപ്ഡേറ്റ് ചെയ്ത് 700 ഇപ്പോൾ ഇറക്കിയതുകൊണ്ട് നമുക്ക് അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അല്ലേ? അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? ഡ്രൈവിംഗ് ആസ് യൂഷ്വൽ നമ്മൾ 700 കുറേ ഓടിച്ചാണ്. അതെ, പിന്നെ ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് നമ്മൾ ഫുൾ ടൈം ഓൺ അത് നമുക്ക് സെൻസ് ചെയ്തിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഫുൾ ടൈം ഓൺ ആക്കണമെങ്കിൽ ഓൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾ വീലിലല്ല ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവ് മോഡ് സാപ്പിലാണ് കേട്ടോ. സാപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ മോഡ്, അത്യാവശ്യം പവറും മൈലേജും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഹോട്ടലുകൾ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് കയറാൻ പറ്റിയ നല്ലൊരു ഹോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കയറണം. പിന്നെ വെജൊക്കെ കാണിക്കുന്നുണ്ട്. വെജ് നമ്മൾ മോർണിംഗ് മാത്രമല്ല, അപ്പോൾ അതെ അതെ അപ്പോൾ എന്തായാലും ഒരു ഏകദേശം പറവൂർക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോടെ കാണിക്കുന്നുണ്ട്. 35 കിലോമീറ്റർ. അതുകൾ അരമണിക്കൂർ കൊണ്ട് എത്തുമോ? പറവൂരിന്ന് നമുക്ക് തിരിഞ്ഞു പോകേണ്ടതുണ്ട്. അതെ, പറവൂർ എത്തിയിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോവുക. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ഈ ടൈം ആകുമ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കും. വലിയ ട്രാഫിക് ഒന്നും ഇല്ല, എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല. മറ്റേ നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങുമ്പോഴേ അതെ വളരെ സുഖമായിട്ട് നല്ല ഫ്രീ ആയിട്ട് അങ്ങനെ പോവാം. മാക്സിമം നമുക്ക് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പിന്നെ ഇത് എറണാകുളം ആയതുകൊണ്ടാണ് പിന്നെ നമുക്ക് അത്രയും അർജന്റില്ലാതെ, നമുക്ക് വലിയ ദൂരമല്ലല്ലോ. മറ്റേത് കോട്ടയം ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിരിച്ചു വരുന്ന സമയത്ത് നല്ല ലേറ്റ് ആവും. അടുത്ത ആഴ്ച ഒരു കോട്ടയം ചങ്ങനാശ്ശേരി ഒരു കേസ് ഉണ്ട്, മുമ്പ് കൊടുത്തില്ലേ? അതെ അതെ അതെ. അപ്പൊ അത് ബില്ലിംഗ് ആണ്, ഇന്ന് ബില്ലിംഗ് ആവും. അത് ശരിക്കും കസ്റ്റമർ ഇടുക്കിയാണ് സ്ഥലം അല്ലേ? ഞാൻ കസ്റ്റമർ ഇടുക്കിയാണ്, കോട്ടയം വർക്ക് ചെയ്യാണ്. കോട്ടയത്താണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അന്ന് കൊടുത്ത കാർട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ആ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് കേട്ടോ. അതെ, അപ്പൊ അവിടെ തന്നെ നമ്മൾ കൊടുക്കണത്. അപ്പൊ ഒരു വെയിലിന്റെയും ചൂടിന്റെയും കഥ പറഞ്ഞ് തീർന്നിട്ടില്ല. അപ്പൊ പിന്നെ നല്ല മഴ തുടങ്ങിട്ടോ. നല്ല മഴയല്ല, മഴ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വണ്ടി എന്തായാലും വാഷ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒരു തനി നാടൻ കാണുന്നിട കാരണം ഈ എക്സ്പോർട്ട് ഓടിച്ചിട്ടേ
ഇൻഡിക്കേഷൻ ആണ് ഇവിടെ മാറുന്നത്. എക്കോസ്പോർട്ട് അമേരിക്കൻ അല്ലേ? പക്ഷെ എനിക്ക് എക്കോസ്പോർട്ടിനേക്കാളും കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളും തോന്നിയത് 700 തന്നെയാണ്. എക്കോസ്പോർട്ട് എനിക്ക് പണ്ട് നമ്മള് മഹീന്ദ്രയും ഫോർഡും കൂടി ഒരു കൊളാബ് ചെയ്തിട്ട് വണ്ടികൾ ഇറക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ആ പ്ലാന് ഡ്രോപ്പ് ആയതിനു ശേഷമാണ് ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പോയത്. വിട്ട് പോയത്. ഒരു പക്ഷേ മഹീന്ദ്രന്റെ കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നേനെ, കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അത് നമുക്ക് സെയിം മാരുതിയും ടൊയോട്ടൊക്കെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു കൊളാബറേഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാരുതിയും ടൊയോട്ടയും കൊളാബ് ചെയ്തപ്പോഴേ ശരിക്കും ടൊയോട്ടക്കും മാരുതിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടിയെങ്കിലും ടൊയോട്ടന്റെ കുറച്ച് നല്ല അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ആ കസ്റ്റമേഴ്സ് ഇപ്പൊ ടൊയോട്ടയിൽ നിന്ന് പോവാ ചെയ്തത്. ടൊയോട്ടയിലുള്ള ഒരു ട്രസ്റ്റ്. ടൊയോട്ട എന്ന് പറയുമ്പോൾ ടൊയോട്ട അല്ല, അത് മാരുതിന്റെ വണ്ടിയല്ലേ എന്നുള്ള ഒരു ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് കുറഞ്ഞ വണ്ടികൾ മാത്രമല്ല പറയാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം ഒരു കൊളാബറേഷനിൽ ഇറക്കണം. അതെ. എന്നാലും ടൊയോട്ടന്റെ പഴയ ക്വാളിറ്റി കുറഞ്ഞോ? പഴയ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൊയോട്ടക്ക് ഇപ്പൊ നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ ടൊയോട്ട യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒന്നാമെന്ന് വെച്ചാൽ ഇപ്പൊ വണ്ടികൾ ആദ്യം തിരക്ക് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ വണ്ടികൾ ഇപ്പൊ മറ്റേ ഗ്ലാൻസ അല്ലെങ്കിൽ ടൈസർ പിന്നെ ഹൈറൈഡർ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ അതിനൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വണ്ടികൾ വരുമ്പോ അവർക്ക് ഒന്നാമത് ഈ ടൈമിനൊരു ഇഷ്യൂ വന്നു. അപ്പൊ അവർക്ക് പ്രഷർ കൂടിയപ്പോ അവര് പൊതുവെ സർവീസിലൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ക്വാളിറ്റി ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും അവര് സർവീസ് ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങൾ കോളി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മളെ ഒന്ന് രണ്ട് റിലേറ്റീവ്സ് ഒക്കെ ഹൈറൈഡറും ലീവൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാണ്. അവര് പറഞ്ഞത് പഴയ ക്വാളിറ്റി ടൊയോട്ട ഇപ്പൊ ഇല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ അവരൊരു ഇതിന്ന് പറഞ്ഞാണ്. ഇനിയിപ്പോ ഇതില് ഇങ്ങനെ പിന്നെ ഫോർഡ് എക്കോസ്പോർട്ടിന്റെ സർവീസിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ ഇന്നലെ ഓൾറെഡി നമ്മൾ കണ്ടു, നമ്മൾ കഴിഞ്ഞ വീഡിയോയില് അല്ലേ. ഫോർഡിന് വേറെ കാര്യങ്ങളുണ്ട്. ഫോർഡിൽ ഇപ്പൊ വലിയ തിരക്കില്ലാത്ത ടൈമും കൂടിയാണ്. അതുകൊണ്ട് നല്ല സമയം എടുത്തിട്ട് പക്ഷെ അത് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും മാക്സിമം നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർഡിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എല്ലാം ഇപ്പൊ നമ്മള് ഫോളോ അപ്പ് ആണെങ്കിലും എല്ലാത്തിനും സർവീസ് ബുക്കിംഗ് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും അവര് നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ടാണ് അവര് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വാഷിങ്ങിന്റെ കാര്യമാണ് എനിക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ വാഷിങ് ഫോർഡിൽ തന്നെയാണ്. കാരണം പുറത്തുനിന്ന് ചില ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഷോറൂമിൽ ചെയ്യുന്ന ഇത്ര ഒരു തൃപ്തി നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. വേണ്ട റൈസാ ഫുഡ് നമ്മള് കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തിയത്. പക്ഷെ നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. ബിരിയാണിയാണ് സ്പെഷ്യൽ ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് അതിനുണ്ട്. ഇതൊക്കെ തന്നെ പറയാം, നല്ല ഫുഡാണോ? അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വേഗം പോകണം. വണ്ടീൻ്റെ കണ്ടീഷൻ കണ്ടോ, ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പം അടുത്തത് നമ്മൾ നേരെ അടുത്തുള്ളൊരു വാഷിംഗ് സെൻറ്റർ അല്ലേ. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെയും ഒരുപാട് കിലോമീറ്റർ ഓടി. ഇപ്പം ഏകദേശം ആലുവ എത്താറായിട്ടുണ്ട് കേട്ടോ. ആലുവ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകദേശം 10 കിലോമീറ്റർ കൂടെ നമുക്ക് ഓടാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ കസ്റ്റമറെ വീടിൻ്റെ ലൊക്കേഷൻ്റെ അടുത്തായിട്ടൊരു വാഷിംഗ് സെൻറ്ററും കൂടെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടി വാഷ് ചെയ്യണം. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കണ മുമ്പ് ചെറുതായിട്ട് ഒരു ചെറിയ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും നല്ല വെയിലായി, വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ ഉള്ളത് കാരണം നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം, ചിലപ്പോൾ മഴ ഉണ്ടാവണമെന്നില്ല. അതെ. അപ്പോൾ ഒരു 10 കിലോമീറ്റർ കൂടെ ഓടാനുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥയും കൂടെ കേട്ടോ, ഒരു പ്രത്യേക ഒരു വൈബിലേ. ഇപ്പോൾ അടിപൊളി കാലാവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടെ ഓടാനുണ്ട്. കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആളടുത്തൊരു ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വാഷിംഗ് സെൻറ്ററിൻ്റെ. അപ്പോൾ അവിടേക്ക് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. നല്ലൊരു
ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് കേട്ടോ. ഭയങ്കര റിലാക്സ് പറഞ്ഞാല് സാധാരണ നമ്മള് രാവിലെ നേരത്തെ വന്നിട്ട് വണ്ടി കൊടുത്തിട്ട് ഒരു ഉച്ചയാകുമ്പോൾ തിരിച്ചു കയറല ചെയ്യല്. അതെ, നമ്മൾ തിരിച്ചു പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. എറണാകുളം ആയതുകൊണ്ട് നമ്മള് ഇടുക്കിയിലോ അല്ലെങ്കിൽ ആലപ്പുഴ, കോട്ടയം അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തിരിച്ച് മെല്ലെ പോയാലും രാത്രി ഒരു 12-1 മണിയാകുമ്പോൾ എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. അതെ. പിന്നെ നമുക്കിപ്പം ഓൾ വീൽ ഡ്രൈവ് ഇപ്പൊ ഇതില് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടോ? ഓൺ ആണോ? അല്ല, ഇപ്പൊ നോർമൽ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്ന ടൂ വീലർ തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സിറ്റി ട്രാഫിക്കിൽ ഇപ്പോൾ കുറേ ടൈമായിട്ട് നമ്മൾ ഈ ടൗണിൽ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം തോന്നുന്ന ഒരു യൂണിവേഴ്സിറ്റി, ആലുവ യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൈലേജ് എത്ര കിട്ടുന്നത്? ആവറേജ് ഇപ്പോൾ 11.8 ഇതിൽ കാണിക്കുന്നത്. 11.8. ഓക്കെ. അപ്പം അത് കുഴപ്പമില്ലാത്ത മൈലേജ് ആണല്ലോ. ഇത്രയും വലിയ എഞ്ചിനല്ലേ, അപ്പോൾ നല്ല മൈലേജ് ആണ്. ഇപ്പോൾ ഈ ഓൾ വീൽ ഡ്രൈവും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ മൈലേജിൽ എന്തെങ്കിലും മൈലേജില് ഓൾ വീൽ ഡ്രൈവ് യൂസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. നോർമലി നമ്മള് റോഡിൽ ഓൾ വീൽ ഡ്രൈവിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ലല്ല. പക്ഷെ ഇത് ശരിക്കും ഇതേപോലെ നല്ല മഴ പെയ്യുന്ന ഒരു ഗ്രിപ്പ് കുറഞ്ഞിട്ടുള്ള ഒരു സ്ലിപ്പറി കണ്ടീഷനിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യണോ വേണ്ടേ? അത് ഇങ്ങനത്തെ റോട്ടില് ശരിക്കും ആവശ്യമില്ല. പക്ഷെ നമ്മള് ചില റോട്ടില് ഭയങ്കര ചരലോ അല്ലെങ്കിൽ ചെളിയൊക്കെ ഉണ്ടാവും. അവിടെ ചിലപ്പോ വലിയ കയറ്റം, അവിടെ നമ്മളെ ഗ്രിപ്പ് കിട്ടാത്ത ഏരിയകളുണ്ടാവും. ഈ ഹൈവേയിലൊക്കെ ഹൈ സ്പീഡ് പോകുന്ന സമയത്ത് നമ്മൾ ഓൾ വീൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കൂടുതൽ ഗ്രിപ്പ് കിട്ടുമോ? അതോ ഇപ്പോൾ ഈ ഓൾ വീൽ ഡ്രൈവ് നമ്മൾ ഒരു ഇത്ര കിലോമീറ്റർ സ്പീഡ് കൂടുതൽ നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കിലോമീറ്റർ കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇഷ്യൂ അല്ല, അങ്ങനെ ഓഫായി പോവോ? ഓഫായി പോകും. അപ്പോൾ നമ്മൾ റോട്ടില് സാധാരണ ഹൈവേയിലോ അല്ലെങ്കിൽ സാധാരണ നോർമൽ റോട്ടില് ഓൾ വീലിന്റെ ആവശ്യമില്ല, ടൂ വീൽ ഡ്രൈവിന് മതി. നമ്മൾ ഗ്രിപ്പ് കിട്ടാത്ത ഏരിയകളിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ട് 4 വീല് ഒരുമിച്ച് കറങ്ങിയിട്ട് ഏത് വീലിലാണോ ട്രാക്ഷൻ കുറവ് വെച്ചാൽ ആ വീല് എൻഗേജ് കയറി പോകും. അതായത് ഫ്രണ്ടിൽ നിന്ന് എഞ്ചിന്റെ പവർ ബാക്കിലെ വീലിലേക്ക് സപ്ലൈ ചെയ്യും. അത് എങ്ങനെ നമുക്കിപ്പോ 4 വീൽ ഡ്രൈവിലൊക്കെ ഉള്ള പോലെ എല്ലാ വീലിൽക്കും സെയിം പവറും ടോർക്കും എത്തിക്കുന്നോ അതോ വ്യത്യാസമുണ്ടോ? ഇപ്പം ഫ്രണ്ട് വീലിനും ബാക്ക് വീലിനും സെപ്പറേറ്റ് ആയിട്ട് 2 രീതിയിലാണോ പവർ കൊടുക്കുന്നത്? അതെ. അതിപ്പോ നമ്മള് 4x4 ഈക്വൽ പവർ കിട്ടും. അതെ, 4 വീലിലും ഈക്വൽ പവർ കിട്ടും. ഇത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഈക്വൽ പവർ ഉണ്ടാവില്ല, ഒരു 60-40 നിലക്കേ കിട്ടുള്ളൂ. അതായത് ഫ്രണ്ടിൽ 60% പവറും ബാക്കിൽ 40% പവർ. അതായത് നമുക്കൊരു അഡീഷണൽ സപ്പോർട്ട് ഇൻ കേസ് എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ പോലും ബാക്ക് വീലിന്റെ ഒരു അഡീഷണൽ സപ്പോർട്ട് നമുക്ക് വരും ഓൾ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? അതെ. അതിപ്പോ ഇതിന് സെപ്പറേറ്റ് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. ഇൻ കേസ് നമുക്ക് നമ്മളവിടെ കാണിച്ചിട്ടുള്ള ആ ഒരു സ്വിച്ച് ഇതാണ് നമ്മളെ ഓൾ വീൽ ഡ്രൈവിന്റെ സ്വിച്ച് വരുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4 വീലിലും ഒരേപോലെ ട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ടെറൈൻസിൽ, അതായത് നമുക്ക് ഗ്രിപ്പ് കിട്ടാത്ത ഏരിയകളിലോ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കുറച്ച് ഗ്രിപ്പ് കുറവുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം ഓൺ ചെയ്തിടാൻ പറ്റും. അതെ, ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ 4 വീല് ഒരുമിച്ച് കറങ്ങിയിട്ട് നല്ല ട്രാക്ഷൻ കിട്ടും, എവിടെയും കുടുങ്ങി പോകില്ല. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. അതിന്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ 4 വീലിലും ഒരേപോലത്തെ ട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടും ചെയ്യാം. പിന്നെ അത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഓൾ വീൽ ഡ്രൈവ് നമുക്കിപ്പോൾ ഈ വേരിയന്റിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവും കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ഓപ്ഷണൽ ആയിട്ട് കിട്ടുന്നതാണല്ലോ. ഇത് ഓൾ വീൽ ഇല്ലാത്ത ഒരു വേരിയന്റ് ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ ഉണ്ട്, നോർമൽ 2 വീൽ ഡ്രൈവ് ആയിട്ട്. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ നമ്മളെ റോഡ് കണ്ടീഷനിലൊക്കെ ഓൾ വീൽ ഡ്രൈവ് എടുക്കേണ്ടതായിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? അത് നോർമലി സാധാരണ റോഡിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഇത്രയും ഒരു വില കൊടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 25 ലക്ഷം 20 ലക്ഷത്തിന്റെ മുകളിലൊക്കെ എടുക്കുമ്പോൾ ഓൾ വീലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ആളുകളൊക്കെ എല്ലാ അത്യാവശ്യം യാത്രകളൊക്കെ പോകുന്ന ആളുകളാണ്. അപ്പൊ പല ഏരിയകളിലും ചില ഏരിയയിലൊക്കെ ഹിൽ സ്റ്റേഷനിലൊക്കെ ഭയങ്കര മോശം വഴിയും അല്ലെങ്കിൽ ട്രാക്ഷൻ കിട്ടാത്ത റോഡുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ റോഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ഈ ഓൾ വീലും ഉണ്ടാകുമ്പോൾ സാധാരണ കാറുകൾ കുടുങ്ങുന്ന വഴിയിൽ നമ്മളെ വണ്ടി കുടുങ്ങൂല, സുഖമായിട്ട് കയറി പോകും. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതെ, നല്ല അടിപൊളി കാലാവസ്ഥയിൽ നമ്മൾ നല്ല ഒരു ചെറിയ മഴയും പെയ്യുന്നുണ്ട്. പിന്നെ AC ഒക്കെ 24 ഡിഗ്രിയിലാക്കി വെച്ചിട്ടുണ്ട്. ഡ്യുവൽ സോൺ AC ആട്ടോ. ഇപ്പോൾ രണ്ടും ഇപ്പോൾ 24 അപ്പോൾ വണ്ടി ഇപ്പോഴാണ് ഹാപ്പി ആയത് ഇങ്ങനത്തെ റോഡ് വന്നപ്പോഴേക്ക്. അതെ ഇങ്ങനെ വരുന്നില്ല. നമ്മളിപ്പോൾ ഓടിക്കണ ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ ഇപ്പോൾ 1-2 ആളുകൾ പറയണ കേട്ടു ചില വീഡിയോസിൽ, ഇപ്പം ഈ ചുരം പോലെയുള്ള വലിയ ഒരുപാട് ടൈം ഇറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ കുറേ ഹെയർ പിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വണ്ടികളിൽ ഡ്രൈവിലിട്ട് ഓടിച്ചിറക്കുമ്പോൾ
കണ്ടിന്യൂസ് നമ്മൾ ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പം ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് ബ്രേക്ക് ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നൊരു പ്രശ്നം. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ഓടിക്കണത് ഓട്ടോമാറ്റിക് വണ്ടികളിൽ ടോർക്കിൻ്റെ എന്താ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് സ്പീഡ് പെട്ടെന്ന് ഗിയർ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ സ്പീഡ് കൂടുന്നുണ്ട് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ. അപ്പോൾ അതെന്താണ് അങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം? അത് നോർമലി അങ്ങനത്തെ ടെറൈൻസ് വരുമ്പോൾ വലിയ ഇറക്കത്തിന് ഇറക്കോ അല്ലെങ്കിൽ പിന്നെ ചുരം പോലത്തെ വഴിയൊക്കെ വരുമ്പോൾ ഏറ്റവും നല്ലത് ഓട്ടോമാറ്റിക് വണ്ടികൾ മാനുവൽ ഇട്ട് ഓടിക്കുക. ഇതേപോലെ നമുക്ക് ഇത് മാനുവൽ കൊണ്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 അങ്ങനെ ഇത് മാനുവൽ ഷിഫ്റ്റ് ചെയ്താൽ തന്നെ മതി. മാനുവൽ ഡി ഡ്രൈവ് എം പ്ലസ് ആൻഡ് മൈനസ്. അതെ അതിലിപ്പോ നമ്മൾ മാനുവൽക്ക് എമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ തന്നെ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ട് ഓടിക്കുന്ന പോലെ വണ്ടി ഇറങ്ങുള്ളൂ. അതായത് അപ്പൊ നമ്മൾ ഇടുന്ന സമയത്ത് ഏത് ഗിയറിലാണോ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡിക്കോ തേർഡിക്കോ ഇട്ടിട്ട് പിന്നെ ഗിയർ ചേഞ്ച് ആവില്ല. പിന്നെ നമ്മൾ സ്ലോ ആയി കഴിഞ്ഞാൽ ഫസ്റ്റിൽ പോകണമായിട്ട് തന്നെ വണ്ടി പോവുള്ളൂ. ഡ്രൈവിലിട്ട് ഓടിക്കുന്ന സമയത്ത് ആ ഒരു സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ടോർക്ക് മാറുന്നതിനനുസരിച്ച് ഗിയറിൽ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം വണ്ടിയുടെ സ്പീഡ് അങ്ങനെ കൂടിപ്പോകും. അപ്പോൾ ഇറക്കത്തിൽ നമുക്ക് വണ്ടി എഞ്ചിൻ ബ്രേക്കിങ്ങിൽ ഇറക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യും. ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഹീറ്റായിട്ട് കണ്ടിന്യൂസ് ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റായി കഴിഞ്ഞാൽ ബ്രേക്ക് ഫെയിൽ ആവും. പക്ഷേ നമ്മളെ 700 നമ്മളെ ബ്രേക്ക് പാഡ് പിന്നെ ഹീറ്റ് കുറയ്ക്കുന്ന ഒരു വെന്റിലേഷൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മള് വെന്റിലേറ്റഡ് ഡിസ്ക് ആണ് വരുന്നത്. വെന്റിലേറ്റഡ് ഡിസ്ക് വരുന്നത് സ്കോർപിയോനിലും അതേപോലെ 700 ഒക്കെ വരുന്നുണ്ട്. അതെ. അപ്പോൾ താർ റോക്സിലും കൂടെ ഫീച്ചർ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇതേപോലെ ബ്രേക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ഡിസ്ക് മാക്സിമം കൂളാക്കും. അതെ ഹീറ്റിംഗ് കുറച്ചിട്ട് മാക്സിമം ബ്രേക്കിന്റെ എഫിഷ്യൻസി കൂട്ടും. നല്ല ഫീച്ചറാണ്. പിന്നെ നമ്മളിപ്പോ കണ്ടിന്യൂസ് അങ്ങനെ ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ ഹിൽ ഡിസൈൻ കൺട്രോൾ ഇല്ലേ? ഹിൽ ഡിസൈൻ ഉണ്ട്. എഞ്ചിൻ ബ്രേക്കിംഗ് പോലെ അങ്ങനെ പിടിച്ച് ഇറങ്ങുള്ളൂ. ഓക്കെ. അതിപ്പോ അതെ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. താറിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. താറിലൊക്കെ നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് ഈ ഫീച്ചർ ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി പിടിച്ചിറങ്ങുള്ളൂ. ഇത്ര കിലോമീറ്റർ ഒരു 20 കിലോമീറ്റർ എന്താണ് അതിൻ്റെ ഒരു സ്പീഡ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വണ്ടി അതിൻ്റെ മേലേക്ക് സ്പീഡ് കയറില്ല, പിടിക്കും. അപ്പം വണ്ടി എന്ത് ചെയ്യും, ബ്രേക്ക് പിടിച്ചിട്ട് നമുക്കൊരു സൗണ്ടൊക്കെ വരും, വണ്ടി ഇങ്ങനെ പിടിച്ച് ഇറങ്ങി പോവുള്ളൂ, അതിൽ സ്പീഡ് കയറില്ല. അപ്പോൾ അത് നല്ല ഫീച്ചറാണ്. അപ്പം ആ ഒരു സംശയം മാറി. അപ്പം അങ്ങനെ സംശയമുള്ളവർക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമ്മളിനി ഏകദേശം ഒരു 1 കിലോമീറ്റർ 2 മിനിറ്റ് കൂടെ കാണിക്കണേ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ബാക്കിലുള്ള ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കസ്റ്റമർ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു വാഷിംഗ് സെൻറ്റർ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് എവിടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ അല്ലേ പറഞ്ഞത്? അതെ. നമ്മൾ കാർ വാഷിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രീ ആണെന്ന് തോന്നുന്നു. ഉള്ളിലല്ലേ. അപ്പോൾ ഇതെന്തായാലും കഴിയാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയ ബോംബെ കഫേ ഉണ്ട്, അവിടെ പോയിട്ട് ചായ കുടിക്കാം കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ സമയം കൊണ്ട് ഒരു വാഷ് ചെയ്ത് തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ നമ്മളെ വണ്ടിയിലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവർ കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ലുക്കായിട്ട് നമ്മളെ ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പ്ലാസ്റ്റിക് കവറൊക്കെ കസ്റ്റമർ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ 1 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമറെ ലൊക്കേഷനിൽ കസ്റ്റമറെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീ ഹാൻഡ് ഓവറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ നമ്മളെ കസ്റ്റമർ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഡെലിവറി കൊടുത്തു, കീ ഹാൻഡ് ഓവറിങ്ങും കാര്യങ്ങളും ചെയ്തു. ഇനിയിപ്പം അവർ വണ്ടി ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് പാർക്കിങ്ങിലേ ഇത് കണ്ടോ, ഒരു മോറിസ് മൈനർ, ഏതാ മോഡലെന്നൊന്നും അറിയില്ല, ഭയങ്കര ക്യൂട്ടായിട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഫ്രണ്ടൊക്കെ കണ്ടോ. ഇത് മാത്രമല്ല ഇവിടെ ഉള്ളിലായിട്ടൊരു SSIT ഉണ്ട്, ഏതോ വിൻറ്റേജ് കാസിൻ്റെ കളക്ഷനുള്ള ആളത്. അത് രണ്ടും മിക്കവാറും ഒരാൾ തന്നെ ആയിരിക്കും. പിന്നെ ഈ കണ്ടോ ഓഡി ഇട്രോൺ ആട്ടോ ഈ കിടക്കണം. ഇത് ഭയങ്കര രസമായിട്ടോ.
രക്ഷയില്ല, നല്ല അടിപൊളി കളറും. നമ്മളെ ഡെലിവറി ഹാൻഡ് ഓവറിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ കസ്റ്റമറും ഫാമിലിയും കൂടെ ആയിട്ടൊന്ന് പുറത്തു പോയതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഡെലിവറി ഒക്കെ എടുത്ത് പുതിയ വണ്ടി വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇരുട്ടാവുമ്പായിട്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോയതാണ്. അതെ, ഇരുട്ടാവുന്ന മുമ്പായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ചായ കുടിച്ചിട്ട് പോകാറുണ്ട്. ഞങ്ങളൊന്ന് ഇവിടെ റിസപ്ഷനിൽ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഫോണൊക്കെ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു അപ്പാർട്ട്മെൻ്റ് അല്ലേ. എൻ്റെ പേരെന്താ, നോയൽ എക്കോഡൻ എന്നാട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് പുറത്ത് പോയതാണ്. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. എന്താ എൻ്റെ പേര് പറഞ്ഞോ? അതെ. വണ്ടി ഇഷ്ടപ്പെട്ടോ? പുതിയ വണ്ടി ഇല്ല? 15ാമത്തെ നിലയിലാണ് ആളെ വീട് വരുന്നത്. അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിക്കാൻ വന്നതാട്ടോ. അപ്പം നമ്മളെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈനികവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴാണ് തിരിച്ചു പോവാ? സമയം എത്രയാണെന്ന് അറിയോ? 6 മണിയാണ്. എന്തായാലും ഇതുവരെ വന്നല്ലേ, ചായ കുടിച്ചിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു. ഡെലിവറിക്ക് വേണ്ടി വന്നതാണ് എറണാകുളത്തേക്ക്. കസ്റ്റമർ വീട്ടിലാണുള്ളത്. പിന്നെ ഇതാണ് നമ്മളെ മുഹമ്മദ് അലി സാറാണ്. സാറ് നമ്മളെ ഡെലിവറി കാര്യങ്ങൾ പ്രോസസ്സ് എല്ലാം ഹാപ്പിയാണോ? വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വീഡിയോ കണ്ടിട്ടാണ് ആക്ച്വലി നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ട് എത്ര ദിവസമായി? ഓൾമോസ്റ്റ് 1 വീക്കിനുള്ളിൽ എനിക്ക് ഡെലിവറി തന്നത്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല, കാരണം ഓൾമോസ്റ്റ് ഞാനൊരു 1 മാസമായിട്ട് ഇതിനായിട്ട് വെയിറ്റ് ചെയ്യാറ്. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം പറഞ്ഞ ഡേറ്റിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടുകയും ചെയ്തു. നല്ല സർവീസാണ്, കംഫർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും അവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് വലിയൊരു ഇതാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വണ്ടി കൊടുക്കാനുള്ളൊരു തിരക്ക് മാത്രമല്ല നമ്മൾ അറിയുന്നത്. ജിഫയും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഫ്രം സ്റ്റാർട്ട് തൊട്ട്. അതെ, അപ്പോൾ വളരെ ഹാപ്പിയാണ്. താങ്ക് യു. നമ്മൾ ഏത് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു കോട്ടയം ഡെലിവറി ആയിരുന്നു. നമ്മളെ വീഡിയോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വീഡിയോ ആണ്. താങ്ക് യു. വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആണെങ്കിലും നമുക്ക് സർവീസിന്റെ ഭാഗത്തിൽ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടാതെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ആണെങ്കിലും നമ്മൾ അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യും. സോ മച്ച് താങ്ക്സ്. ഡെലിവറി ഒക്കെ കൊടുത്തു. നമ്മളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് മൂപ്പര് പോവാട്ടോ. നമുക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ബസ് കിട്ടുന്നൊരു സ്പോട്ടിലേക്ക് പോവാം. ഓക്കെ ബ്രോ, താങ്ക് യു. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിട്ടോ. പ്ലാറ്റ്ഫോം മാറിപ്പോയി, ഇപ്പുറത്തല്ല അപ്പുറത്താ. ഞങ്ങളാണെങ്കിലും മെട്രോയിൽ ആകെ ഞാൻ രണ്ടാമത്തെ അല്ല 3ാമത്തെ പ്രാവശ്യമാണ്. ഇല്ല ഇതില്ല, ഞങ്ങൾ നേരെ പോയിട്ട് പ്ലാറ്റ്ഫോം 1 പോയി കയറി. 1-ലല്ല 2-ലാ. ഓക്കെ, അങ്ങനെ നമ്മൾ ഡെലിവറി എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഫൈനലി നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആട്ടോ. പിന്നെ അടിപൊളി ഒരു മനുഷ്യനും കൂടെ ആയിരുന്നു ആള്. നമ്മളെ വീഡിയോ കണ്ട് നമ്മൾ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് പറയല്ല, ആൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമുക്ക് അവിടുന്ന് കസ്റ്റമർ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എടപ്പള്ളി എത്തിയതിനു ശേഷം എടപ്പള്ളി നമ്മൾ നേരെ KSRTCക്ക് അവിടെ തൃശ്ശൂർ വരികയാണ് ചെയ്തത്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നേരെ മലപ്പുറം വന്നു. അപ്പോൾ KSRTCക്ക് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സമയം ഏകദേശം 12:45 കഴിഞ്ഞു, 12:37 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകാട്ടോ. അപ്പം ഇന്നത്തെ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഡെലിവറിൻ്റെ സമയത്തൊക്കെ നമ്മളെ കുറേ കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെലിവറിൻ്റെ സമയത്ത് ചില കോളൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലേ? അതെ, എന്താ സംഭവിച്ചാൽ ഒന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തിരിക്കും, പിന്നെ ചിലപ്പോൾ കസ്റ്റമറെ പെട്ടെന്ന് അവിടെ എത്തിച്ച് ഡെലിവറി കൊടുത്ത് പോരാൻ ചില ഡെലിവറി ടൈമിലെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചില കസ്റ്റമേഴ്സ് എന്താ ഫോൺ എടുക്കാത്ത അല്ലെങ്കിൽ എന്താ റീപ്ലൈ എടുക്കാത്തതായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് റീപ്ലൈ കാര്യങ്ങൾ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കില്ല. പിന്നെ തിരിച്ച് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടാത്ത കേസ് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എന്തായാലും ഉറപ്പായിട്ടും റീപ്ലൈ കിട്ടും. കാരണം
നമ്മളങ്ങനത്തെ എന്തെങ്കിലും എമർജൻസി തിരക്കുണ്ടാവുമ്പോൾ മാത്രമാണ് പിന്നെ ഫോൺ എടുക്കാതിരിക്കുക. ചില ഡെലിവറിന്റെ ആ തിരക്കിൽ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഫുൾ ഫോണിലായി കഴിഞ്ഞാൽ നമ്മൾ എൻഗേജ് ആയി കഴിഞ്ഞാൽ അത് അവർക്കൊരു നെഗറ്റീവ് ഫീൽ ആണ്. അതെ അതെ. അത് കാരണം അവിടെ എത്താൻ വേണ്ടിട്ട് തന്നെ പിന്നെ വണ്ടി ഓടിച്ചു പോകുന്ന ടൈമിൽ നമുക്ക് എടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. ഇൻ കേസ് ആർക്കെങ്കിലും അങ്ങനെ കോൾ എടുക്കാൻ പറ്റാത്ത കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഹോം ഡെലിവറീസൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് മഹീന്ദ്ര വെഹിക്കിൾസ് ഏതെങ്കിലും വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ 700 താറ്, സ്കോർപ്പിയോ, അതുപോലെ റോക്സ് 3XO തുടങ്ങിയുള്ള വണ്ടികളൊക്കെ ഏതെങ്കിലും വേരിയൻസ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് കുറേ ടൈം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ നിങ്ങളെ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ. ബൈ.